ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള നിൽക്കുന്ന ടീച്ചറാണ് പിന്നെ കുട്ടിയോട് പറഞ്ഞത് ശിരോവസ്ത്രം ധരിക്കാൻ വേണ്ടി പാടില്ല. അതൊക്കെ ഒരു വിരോധാഭാസമായിട്ട് മാത്രമേ നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയൂ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ശിരോവസ്ത്ര വിവാദത്തിൽ നമ്മുടെ സെന്റ് റീത്താസ് എന്ന് പറയുന്ന സ്കൂളിന് വമ്പിച്ച ഒരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ നേരിട്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ കുട്ടിയുടെ മതം അനുശാസിക്കുന്ന രീതിയിലുള്ള ശിരോവസ്ത്രം ധരിച്ചു കൊണ്ട് തന്നെ ആ സ്കൂളിൽ പ്രവേശനം അനുവദിക്കണമെന്ന് ഇപ്പോൾ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ നമ്മുടെ ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. DDയുടെ റിപ്പോർട്ട് തള്ളണമെന്ന ആവശ്യമായിട്ടായിരുന്നു അവർ ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ അത് നടക്കുന്ന കാര്യമല്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ നമ്മുടെ ഹൈക്കോടതി ഇന്ന് സെന്റ് റീത്താസ് സ്കൂളിനോട് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഇതിൽ കടുത്ത ഒരു അനീതി എന്ന് പറയുന്നത് എന്താണെന്ന് കേട്ടാൽ, ശിരസ് മൂടാതെ പ്രാർത്ഥിക്കുന്ന ഏതൊരു സ്ത്രീയും അല്ലെങ്കിൽ സുവിശേഷം പറയുന്ന ഏതൊരു സ്ത്രീയും അവരുടെ ശിരസിനെ അപമാനിക്കുന്നു അല്ലെങ്കിൽ നിന്ദിക്കുന്നു. ഇത് അവരുടെ തല മുണ്ടനം ചെയ്യുന്നതിന് തുല്യമാണ്. ഏതൊരു സ്ത്രീയും ശിരോവസ്ത്രം ധരിക്കുന്നില്ലെങ്കിൽ അവളുടെ മുടി മുറിച്ചു കളയട്ടെ. ഇനി മുടി മുറിച്ചു കളയുന്നത് അപമാനകരവും ലജ്ജാകരവുമാണ് എന്നുണ്ടെങ്കിൽ ശിരോവസ്ത്രം ധരിക്കട്ടെ എന്ന് പറഞ്ഞ മതത്തിൻ്റെ അനുയായികൾ തന്നെയാണ് മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു ചെറിയ കുട്ടി ആ സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി തലമറച്ച് ആ സ്കൂളിൽ ചെന്നപ്പോൾ അവർക്ക് ഇത്തരം ഒരു അനുഭവമാണ് നേരിടേണ്ടി വരുന്നത് എന്ന് പറയുമ്പോൾ രണ്ട് നീതിയാണ് ഇവിടെ നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ്. വളരെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് പച്ചയ്ക്ക് ആ കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. കാരണം ശിരോവസ്ത്രം ധരിച്ചു വന്ന ഒരു മേഡമാണ് ഈ കുട്ടിയോട് ശിരോവസ്ത്രം ധരിക്കാൻ വേണ്ടി പാടില്ല എന്ന് പറയുന്നത്. ഇത് രണ്ട് നീതിയാണ്. ഇതെങ്ങനെ നടപ്പാക്കാൻ വേണ്ടി സാധിക്കുമെന്ന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി നമ്മോട് തന്നെ ചോദിക്കുകയാണ്. വളരെ സ്നേഹവും അതുപോലെ തന്നെ അതിലുപരി നമുക്കൊരു അഭിമാനവും തോന്നിയ നിമിഷം തന്നെയായിരുന്നു. നമുക്ക് ആദ്യമായിട്ട് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ ആ വാക്കുകളൊന്ന് കേൾക്കാം. കുട്ടിക്ക് എന്തെങ്കിലും മാനസിക സംഘർഷത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി സ്കൂൾ അധികാരികളായിരിക്കും. നമുക്ക് ഭരണഘടനയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ അവകാശ നിയമങ്ങളും ദേശീയ വിദ്യാഭ്യാസ നിയമങ്ങളും എല്ലാം ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വിദ്യാഭ്യാസം ചെയ്യുന്നതിന് വേണ്ടി കഴിയുകയുള്ളൂ. ഇവിടെ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ആ കുട്ടി അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള സമ്മർദ്ദം എത്രമാത്രമാണ്. അങ്ങനെ ഒരു പെൺകുട്ടി ഒരു കൊച്ചു മോളോട് അങ്ങനെ പെരുമാറാൻ വേണ്ടി പാടുണ്ടോ? ഇതെല്ലാം ചെറിയ തോതിൽ തന്നെ അവിടെ ചർച്ച ചെയ്ത് തീർക്കേണ്ട പ്രശ്നമാണ് വഷളാക്കി കൊണ്ടുപോകുന്നത്. ഒരു കാര്യം ഞാൻ വ്യക്തമാക്കുന്നത്, ഒരു കുട്ടിയുടെ പ്രശ്നമാണെങ്കിലും ആ കുട്ടിക്ക് സംരക്ഷണം കൊടുക്കുക എന്ന നിലപാട് തന്നെയാണ് ഗവൺമെൻറ് നിലപാടെന്ന് പറയുന്നത്. ആ കുട്ടിക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ വേണ്ടിയുള്ള സംരക്ഷണം കൊടുക്കുക എന്ന നിലപാടാണ് ഗവൺമെൻറ് നിലപാടെന്ന് പറയുന്നത്. അത് വേറെ ഏതെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ടൊന്നും അതിൻ്റെ വിഷയത്തെ മാറ്റാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തേണ്ട കാര്യമേ ഇല്ല. ഇപ്പോൾ ഇവിടെ പിന്നെ സംശയം പറഞ്ഞു മെനഞ്ഞാന്നവർ, ഞങ്ങൾക്ക് വളരെ ധിക്കാരത്തോടു കൂടിയാണ് പറഞ്ഞത്, ഞങ്ങൾ ഇതെല്ലാം ചെയ്യും. ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള നിൽക്കുന്ന ടീച്ചറാണ് പിന്നെ കുട്ടിയോട് പറഞ്ഞത് ശിരോവസ്ത്രം ധരിക്കാൻ വേണ്ടി പാടില്ല. അതൊക്കെ ഒരു വിരോധാഭാസമായിട്ട് മാത്രമേ നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയൂ. ഞാൻ ചുരുക്കി നിങ്ങളോടൊരു കാര്യം പറയട്ടെ, സൗമനസ്യത്തോടു കൂടി നിങ്ങളത് കേൾക്കണം. കാരണം ഇത്രയും കാലമായിട്ട് സത്യം പറഞ്ഞാൽ ഈ വിദ്യാഭ്യാസ മന്ത്രിയോട് എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം ചില പരാമർശങ്ങളും അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങളും എല്ലാം തന്നെ അത്തരത്തിലുള്ളതായിരുന്നു. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ 100% നിങ്ങളോട് പറയുന്നു, എന്തായിരിക്കണം ഒരു വിദ്യാഭ്യാസ മന്ത്രി, എന്തായിരിക്കണം അവരുടെ പ്രവർത്തനം, എങ്ങനെയായിരിക്കണം എല്ലാ മതത്തിനെയും ഒരുപോലെ കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുക എന്നൊക്കെ വളരെ പച്ചയ്ക്ക് നമുക്ക് മനസ്സിലാക്കി തന്ന ഒരു പ്രതികരണം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വന്നത്. ശിരോവസ്ത്രം ധരിച്ച് നിൽക്കുന്ന ഒരു അധ്യാപിക എങ്ങനെയാണ് ഒരു കുട്ടിയോട് ശിരോവസ്ത്രം ധരിച്ച് ഇങ്ങോട്ട് വരാൻ വേണ്ടി പാടില്ല എന്ന് പറയുന്നത്? അത് അവരുടെ നിയമം, അവരുടെ മതം അനുസ്കർഷിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവർ അവരുടെ തലമറച്ചുകൊണ്ട് ആ ഒരു കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ആ സ്കൂളിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെയാണ് അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികളും. ആ കുട്ടികൾക്ക് അവരുടെ മതം നിഷ്കർഷിക്കുന്നുണ്ട്, അവരെ തലമറയ്ക്കണം എന്നുള്ളത്. അതുകൊണ്ടാണ് അവർ അത് ചെയ്യുന്നത്. പക്ഷേ ഇത് രണ്ട് നീതിയാണ്. മറ്റൊരു കാര്യം കൂടി വിദ്യാഭ്യാസ മന്ത്രി മുന്നോട്ട് വെച്ചിരുന്നു. ഇനി അത്രയ്ക്ക് നിർബന്ധമാണ് എന്നുണ്ടെങ്കിൽ അവർ പറയുന്ന സ്കൂൾ യൂണിഫോം കോഡിനനുസരിച്ചുള്ള തലമറയ്ക്കുന്ന ആ ഒരു തുണി കൊണ്ടുവരട്ടെ, അങ്ങനെ അവർ തലമറച്ച് അവിടെ അവരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് വരെ പറഞ്ഞിട്ട് പോലും ആ സ്കൂളിലെ അധ്യാപികർക്കും അവരുടെ മാനേജ്മെൻറ്റിനും അതൊന്നും സ്വീകരിക്കുന്ന മട്ടിലായിരുന്നു അവരുടെ പ്രതികരണം. വളരെ ഒരു അഹങ്കാരം നിറഞ്ഞ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ തന്നെയായിരുന്നു. വേണമെങ്കിൽ പഠിക്കാം അല്ലെങ്കിൽ പുറത്തു പോകാം എന്നുള്ള ധാർഷ്ട്യത്തിൻ്റെ
ഒരു ഭാഷ തന്നെയായിരുന്നു ആ കോളേജ് അധ്യാപിക പുറത്തെടുത്തത്. അതുകൊണ്ട് തന്നെയാണ് വളരെ കടുത്ത രീതിയിലുള്ള ഒരു പരാമർശം നമ്മുടെ ശിവൻകുട്ടി എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി നടത്തിയത്. 100% അദ്ദേഹം ഒരു സല്യൂട്ട് അർഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഓരോ കേരളീയനും പറയാൻ ആഗ്രഹിച്ച വാക്കുകളാണ് ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് എന്ന് 100% ഞാൻ അദ്ദേഹത്തിന് അടിവരയിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യത്തോട് ഞാൻ യോജിക്കുകയാണ്. അതുപോലെ തന്നെ കുട്ടിയുടെ പിതാവ് പറഞ്ഞ ഒരു വാക്കുകൾ ഏതൊരു കുട്ടികളും ഇത് കേട്ടിരിക്കണം. നിങ്ങൾക്ക് ആ വാക്കുകളൊന്ന് കേൾക്കാം. എന്റെ മകള് ഹിജാബ് ധരിച്ചു വരുമ്പോൾ കുട്ടികൾക്ക് ഭയമുണ്ടാകുന്നു എന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ പറഞ്ഞത് എന്റെ മകൾക്ക് വളരെയധികം വിഷമമുണ്ടാക്കിയ വാക്കാണ്. എന്റെ കുട്ടിയെ അവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞ നിങ്ങൾ കേട്ട് കാണില്ലേ, തലമറച്ചു വരുന്ന കുട്ടിയെ കണ്ടാൽ അവിടെ ഉള്ളവർക്ക് പേടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ കളിയാക്കുന്ന ഒരു സാഹചര്യം ആ സ്കൂളിൽ ഉണ്ടായിട്ട് എന്തെങ്കിലും ഒരു നടപടി ആ സ്കൂൾ അധികൃതർ അതിനെപ്പറ്റി സ്വീകരിച്ചിട്ടില്ല. ആ കുട്ടിയെ അവിടെ നിന്ന് പിടിച്ച് പുറത്താക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. അവർ ചെയ്യുന്ന അതേ പ്രവൃത്തി മറ്റൊരാൾ ചെയ്യുമ്പോൾ കാണുമ്പോൾ പേടിയാവുന്നു എന്ന് വരെ പറഞ്ഞാൽ കുട്ടിയുടെ മാനസികമായി തകർക്കുക. എത്രയ്ക്ക് വലിയ ഒരു തെറ്റാണ് ആ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും അവിടെ പഠിക്കുന്ന മറ്റ് സഹപാഠികളുടെ ഭാഗത്തു നിന്നും ആ കുട്ടിക്ക് നേരിടേണ്ടി വന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എത്ര മാനസിക സംഘർഷം ആ കുട്ടി അനുഭവിക്കുന്നുണ്ടാകും. അത് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. എന്തെങ്കിലും കാരണവശാൽ ആ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് എന്തെങ്കിലും തരത്തിലുള്ള കോട്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നാളെ സെന്റ് റീത്താസ് എന്ന് പറയുന്ന സ്കൂൾ തന്നെയായിരിക്കും അതിന് ഉത്തരവാദി എന്ന് അദ്ദേഹം പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അത് തന്നെയാണ്. ഈ ഒരു കാര്യത്തിൽ 100% കുറ്റം ഈ സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ് എന്നതിനകത്ത് യാതൊരു തർക്കവുമില്ല. ഒരു ശിരോവസ്ത്രം ധരിച്ച് ഒരു കുട്ടി ആ സ്കൂളിൽ പോയി പഠിച്ചു എന്നതിൻ്റെ പേരിൽ അവിടെ മാനം ഇടിഞ്ഞു വീകാനൊന്നും പോകുന്നില്ല. പിന്നെ ഇന്ന് നമ്മുടെ ഹൈക്കോടതി കൂടി അത് ശരിവെച്ചതോടുകൂടി തീർച്ചയായിട്ടും നമ്മുടെ നിയമത്തിൻ്റെ കണ്ണിൽ അത് തെറ്റ് അല്ല എന്നുള്ള ഒരു കാര്യം തീർച്ചയായിട്ടും 100% അത് സത്യമായ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് അതൊരിക്കലും സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ റെഗുലേഷനെയോ അവരുടെ നിബന്ധനകളെയോ ഒന്നും തന്നെ മറികടക്കുന്ന രീതിയിൽ അല്ല എന്നുള്ളതും സത്യമാണ്. പക്ഷേ അവർ മതപരമായ കണ്ണിൽ കൂടി ഈ കുട്ടിയെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, ഇത്തരമൊരു വികാരമാണ് ഇത്തരമൊരു പ്രശ്നത്തിലേക്ക് എത്തിക്കുന്നതും. ഇത് വർഗീയ ശക്തികൾക്ക് നമ്മുടെ രാജ്യത്തെ, നമ്മുടെ നയത്തിനെ, അല്ലെങ്കിൽ നമ്മുടെ സ്നേഹത്തിനെ, നമ്മുടെ സാഹോദര്യത്തിനെ എല്ലാം തകർക്കാൻ വേണ്ടി മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ എന്നുള്ളത് വേറെ ഒരു കാര്യം. ഇതിനെക്കുറിച്ചിട്ട് നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്ന് പറഞ്ഞൊരു പരാമർശം കൂടിയും ശ്രദ്ധ അറിയിക്കുന്നുണ്ട്. അതുകൂടി കേൾക്കാം. കുട്ടിയുടെ തലയിൽ 1 മുഴം നീളം ഉള്ള ഒരു തുണി അവരുടെ ശിരോവസ്ത്രം പോലെ തന്നെ, അത് കണ്ടാൽ പേടിയാവും, അത് നിയമവിരുദ്ധാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം മുടങ്ങിയത് വളരെ വളരെ നിർഭാഗ്യകരമായി. അപ്പോൾ ഞാൻ പറഞ്ഞ അതേ വാക്കുകൾ തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബും പറഞ്ഞത്. എങ്ങനെയാണ് ഇത് ഒരു പേടിപ്പെടുത്തുന്ന സ്വപ്നമായി മാറുന്നത്? ഒരു 1.5 മീറ്ററോ 2 മീറ്ററോ ഉള്ള തുണി തലയിൽ ചുറ്റുന്നതാണോ ഇത്ര വലിയ പാവമെന്ന് അദ്ദേഹം ചോദിച്ചു വെക്കുകയാണ്. അത് തന്നെയാണ് ഈ കേരള ജനത മൊത്തം ആ സെന്റ് റീത്താസ് എന്ന് പറയുന്ന സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനോടും അവിടുത്തെ പ്രിൻസിപ്പാളോടും ചോദിച്ചത്. വളരെ ഗൗരവകരമായ രീതിയിലുള്ള ഒരു പ്രശ്നം തന്നെയാണ്. കാരണം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കി വിടുകയാണെങ്കിൽ നാളെ കേരളത്തിലെ എല്ലാ സ്കൂളുകളും മുസ്ലിം മാനേജ്മെൻറ്റുകൾ നടത്തുന്ന സ്കൂളിൽ ക്രിസ്ത്യൻ കുട്ടികൾ വന്നു കഴിഞ്ഞാലും അവർ ശിരോവസ്ത്രം ധരിച്ചാൽ തീർച്ചയായിട്ടും അവരെയും വീട് തടയുന്നൊരു പ്രശ്നം ഉണ്ടാകും. അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ഭരിക്കുന്ന സ്കൂളിൽ മുസ്ലിം കുട്ടികൾ പോയാൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടാകും. അതെല്ലാം ഒരു രമ്യതയോടുകൂടി ആ പ്രാദേശിക തലത്തിൽ തന്നെ വെച്ചുകൊണ്ട് നേതാക്കളെ വെച്ചുകൊണ്ട് തീർക്കേണ്ട ഒരു പ്രശ്നം ഇത്രയും വലിയ ഒരു ഇഷ്യൂവിലേക്ക് എത്തിച്ചത് ആ സ്കൂളിൻ്റെ കെടുകാര്യസ്ഥത തന്നെയാണ്, അവിടുത്തെ മാനേജ്മെൻറ്റ് തന്നെയാണ്. അവിടുത്തെ മാനേജ്മെൻറ്റ് ഭരണം നടത്തുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സംഘപരിവാർ ശക്തിയുടെ കയ്യിലുള്ള കളിപ്പാവകളാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ആ പ്രശ്നം ഇത്രയും രൂക്ഷപരമായ രീതിയിലേക്ക് കേരളം മൊത്തം അറിയപ്പെടുന്ന ഒരു തലത്തിലേക്ക് അതിനെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാവരും കുറ്റം പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രിയെയാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്ന ഒരു പ്രശ്നത്തിൽ തീർച്ചയായിട്ടും നിഷ്പക്ഷപരമായ രീതിയിൽ അദ്ദേഹം ഇടപെട്ടു എന്നുള്ളത് തന്നെയാണ് ഞാൻ ഈ ഒരു പ്രശ്നത്തിൽ അദ്ദേഹത്തെ കാണുന്നത്. കാരണം വലിയ നല്ല രീതിയിലുള്ള ഒരു പ്രതികരണവും അതുപോലെ തന്നെ പക്വമാർന്ന ഒരു നടപടിയും തന്നെയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് കേരളത്തിലേക്ക് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാവർക്കും വിദ്യാഭ്യാസ മന്ത്രിയോടുള്ള ആദരവും സ്നേഹവും ഒന്ന് കൂടി എന്നല്ലാതെ യാതൊരു കോട്ടവും അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണം കൊണ്ടോ അല്ലെങ്കിൽ ഈ ഇടപെടൽ കൊണ്ടോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു സത്യമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ആ കുട്ടിക്ക് യാതൊരു കാരണവശാലും വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടാൻ വേണ്ടി പാടില്ല എന്നുള്ള ഒരൊറ്റ ഇമേജ് അല്ലെങ്കിൽ ഒരൊറ്റ ഒബ്ജക്റ്റ് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇടപെട്ടത് എന്ന് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി. അത് അംഗീകരിക്കുന്നതിന് പകരം നിന്ദിക്കുന്ന ഒരു സ്വഭാവമാണ് ആ സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അത് സർക്കാരിനെ പോലും കുറ്റം പറയുന്ന രീതിയിലേക്ക് സർക്കാർ വേണ്ടത് ചെയ്തോളൂ, ഞങ്ങൾ കോടതിയിൽ പോയിട്ട് സ്റ്റേ വാങ്ങി വന്നോളാം എന്നുള്ള ഒരു നിരീക്ഷണമാണ് PTA പ്രസിഡന്റ് വരെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് നടത്തിയത്. അത് വളരെ ധാർഷ്ട്യത്തിൻ്റെ ഒരു ഭാഷയായിരുന്നു. തീർച്ചയായിട്ടും ഈ ഒരു പ്രതികരണത്തോടു കൂടി അല്ലെങ്കിൽ കോടതിയിലുണ്ടായ ഈ ഒരു വിധിയോടുകൂടി ആ മകൾക്ക്
ഒരു പേടിയും കൂടാതെ ആ സ്കൂളിൽ പോയി അവരുടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്തരമൊരു സാഹചര്യം കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും എല്ലാ കുട്ടികൾക്കും നിർഭയം പോയി പഠനം നടത്താനുള്ള സാഹചര്യം ഉണ്ടാകണം. അത് തന്നെയാണ് നമ്മുടെ കേരളത്തിൻ്റെ നീതി, അത് തന്നെയാണ് നമ്മുടെ ലോകത്തിൻ്റെ നീതി, അത് തന്നെയാണ് നമ്മുടെ സാഹോദര്യം, സ്നേഹം, സൗഹൃദം എന്നൊക്കെ പറയുന്നത്. അത്തരമൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകാൻ കേരളത്തിലെ എല്ലാ സ്കൂളുകൾക്കും കഴിയുകയും വേണം. വീണ്ടും നല്ല വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.